ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അന്വേഷണത്തിലെ അനങ്ങാപ്പോക്ക് നയം അവസാനിപ്പിക്കണം. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് പെൻഷനേഴ്സ് യൂണിയൻ UTUC സംസ്ഥാന കമ്മിറ്റി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ്, ദ്വാരപാലക ശില്പം, കട്ടളപ്പാടി അടക്കമുള്ള അന്വേഷണം തന്ത്രിയിലെത്തി നിൽക്കുകയാണ്. ഒരു പടി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് ദൃശ്യമാധ്യമങ്ങളിൽ നിന്നും അച്ചടി മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇതേക്കുറിച്ച് ആദ്യകാല യൂണിയൻ കൂടിയായ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ്റെ പെൻഷൻ വിഭാഗമായ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് പെൻഷനേഴ്സ് യൂണിയൻ UTUC സംസ്ഥാന കമ്മിറ്റി യൂണിയനിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ള പാർട്ടിയുടെ ദേശീയ സമിതി അംഗം സഖാവ് K. ജയകുമാറും യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് വിജേന്ദ്രൻ നായർ, യൂണിയൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി സഖാവ് പുലിയിൽ ചന്ദ്രൻ എന്നിവർ സ്ട്രൈറ്റ് ഫോർവേഡിനോട്. നിങ്ങൾക്ക് സ്ട്രൈറ്റ് ഫോർവേഡിലേക്ക് സ്വാഗതം. നമസ്കാരം. തിരുവിതാംകൂറിൻ്റെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏകദേശം 10ഓളം ആളുകളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട അവസാനം അറസ്റ്റ് ചെയ്തത് തന്ത്രിയാണ്. തന്ത്രിയിൽ എത്തി നിൽക്കുകയാണ് അന്വേഷണം. SITക്ക് മേൽ സർക്കാരിൻ്റെ ഒരു നിയന്ത്രണമുണ്ടോ എന്ന് സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ആ രീതിയിലേക്കാണ് അന്വേഷണം ഇപ്പോൾ മന്ദഗതിയിലാണ് തെറ്റുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ ഒരാൾ ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി. ഇനി 2 പേര് ജാമ്യത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജാമ്യത്തിലാണ്. പക്ഷെ വേറൊരു കേസിൽ തൊട്ടടുത്ത കേസിൽ ഉള്ളതുകൊണ്ട് ജാമ്യത്തിൽ നിന്നും ഇറങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ മുരാരി ബാബു ജാമ്യത്തിലിറങ്ങി. ഇനി ഓരോരുത്തരും അതിൻ്റെ ഈ കാലാവധി കഴിയുമ്പോൾ ഓരോരുത്തരായി ഇറങ്ങും. കുറ്റപത്രം സമർപ്പിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായി ഇറങ്ങും. എന്നാൽ അന്വേഷണമാണെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ മന്ത്രിയായിരുന്ന ആളിലേക്ക് അന്വേഷണം എത്തുന്നില്ല. ഇന്നത്തെ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം എത്തുന്നില്ല. അവസാന ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിലേക്കും അന്വേഷണം എത്തുന്നില്ല. ഇവരെല്ലാം പല ഘട്ടത്തിൽ ചോദ്യം ചെയ്ത് വിടുന്നതല്ലാതെ SITക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടി പറയാൻ കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയാൻ കഴിയുന്നില്ല. ഉദാഹരണം, ഈ തൊണ്ടി മുതൽ കണ്ടെത്താൻ ഇതുവരെയ്ക്കും കഴിഞ്ഞിട്ടില്ല. ആ ഗോവർദ്ധന്റെ ജോലിയിൽ പോയി എട്ടും പൊട്ടും കുറച്ച് സ്വർണ്ണമാണ് ഇതിൻ്റെ പേരിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. എത്ര കിലോ സ്വർണ്ണമാണ് അവിടെ വെച്ചത്? നമ്മുടെ വിജയമല്യ ഒറിജിനൽ തങ്കമാണ് പൊതിഞ്ഞത്. അത് അപ്പാടെ എടുത്ത് വിദേശ മാർക്കറ്റിൽ കൊടുത്തു എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. ഇപ്പം ഇരിക്കുന്നതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്. അതേ കണക്കിന് പണി ചെയ്ത് സ്വർണം ചെറുതായിട്ട് പൂശി അവിടെ കൊണ്ടുവച്ചു. അതുകൊണ്ടാണല്ലോ 2019 സ്വർണം പൂശിയപ്പോൾ 2025 അത് മങ്ങിയെന്നറിയുന്നത്. ഈ മങ്ങിയപ്പോഴും ഇതിനെ എടുത്ത് വീണ്ടും പൂശാൻ വേണ്ടി കൊടുത്തു. ഇത് ഭരണാധികാരികളും അന്നത്തെ സംസ്ഥാന സർക്കാരും അന്നത്തെ ദേവസ്വം ബോർഡും അറിഞ്ഞും കൊണ്ട് ചെയ്ത ഒരു കൊള്ളയാണ് എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഈ കേസിൻ്റെ ഇത് പഠിച്ചതിന് ശേഷം പറയാനുള്ളത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരന്വേഷണത്തിൻ്റെ പുരോഗമിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതെവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതിനെ കുറിച്ച് അറിയുന്നില്ല. ഹൈക്കോടതി എന്നെ ഇന്നലെ വളരെ രൂക്ഷമായാണ് SITക്കെതിരായി വിമർശനം ഉന്നയിച്ചത്. എന്നിട്ട് പോലും SITക്ക് ഒരു കുലുക്കവും കിട്ടുന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞത് SIT ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ SITയിൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെയാണ് ഈ SITയിൽ നിയമിച്ചിരിക്കുന്നത്. അത് ഹൈക്കോടതി അംഗീകാരം കൊടുത്തതിൻ്റെ പരിണിത ഫലമാണ് ഈ കാണുന്നത്. അത്രയും എന്തായാലും പരിപാവനമായ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം വ്യക്തവും ശക്തവുമായ ഒരു അന്വേഷണം
വേണ്ടതാണ്. ആ അന്വേഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ ശക്തമായ വികാരം, പ്രതിഷേധം ദേവസ്വം എംപ്ലോയീസ് യൂണിയനും ദേവസ്വം എംപ്ലോയീസ് പെൻഷനേഴ്സ് യൂണിയനും സംയുക്തമായി ചേർന്ന് പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്നുള്ളതിന് സംശയം വേണ്ട. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഫലപ്രദമായ ഒരു ഏജൻസി, അത് CBI ആവാം. ഇപ്പോൾ എന്തോ മറ്റേ ഇന്ത്യയിൽ വേറൊരു ഏജൻസി ഉണ്ടല്ലോ, നമ്മുടെ SIT അല്ല, ഈ ഇപ്പം ED അന്വേഷണവും വന്നിട്ടുണ്ട്. അതും എവിടെ പോയെന്ന് അറിഞ്ഞില്ല. ED അന്വേഷണം എല്ലാവരെയും റെയ്ഡ് ചെയ്തു, കുറേ സാധനങ്ങൾ എന്തൊക്കെ ഫയലുകൾ പിടിച്ചു എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ അന്വേഷണവും വഴിമുട്ടിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു ശക്തമായ ഇടപെടൽ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് വ്യക്തവും ശക്തവുമായ ഒരു നിഷ്പക്ഷമായ അന്വേഷണത്തിന് ഈ ഗവൺമെൻറ്റുകൾ തയ്യാറാണ് എന്നാണ് പറയാനുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയനെയും അത് കഴിഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ്റെ പെൻഷനേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ സഖാവ് വിജയേന്ദ്രൻ നായർ, അങ്ങക്ക് ഇതേക്കുറിച്ച് സ്റ്റേറ്റ് ഫോർവേഡിനോട് പറയാനുള്ളത് എന്താണെന്നുള്ളതെന്ന് പറയാം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പ്രതീക്ഷയുള്ളതുമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ജയകുമാറോട് പ്രതിപാദിച്ചത്. പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയുന്നത് ശരിയല്ല എങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമല ക്ഷേത്രത്തെ കാണുന്നത് വലിയൊരു വിശ്വാസ സമൂഹം ശബരിമല ക്ഷേത്രത്തിൽ അയ്യപ്പൻ്റെ നടയിൽ ചെന്ന് തൊഴുത് അനുഗ്രഹം വാങ്ങുമ്പോൾ വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് അവർ തിരികെ വരുന്നത്. തിരികെ വന്നു കഴിയുമ്പോൾ ഈ ഭക്തജനങ്ങൾ സമർപ്പിച്ച കാണിക്കകൾ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ഒരു നടപടിയിലേക്ക് പോകുക എന്ന് പറയുന്നത് ഭക്തജനങ്ങൾ അല്ലാത്തവരും സഹിക്കുന്ന ഒരു കാര്യമല്ല. ഇതിൻ്റെ അന്വേഷണം, ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണം സുതാര്യമാകുമോ എന്നുള്ളൊരു സംശയവും ഉണ്ട്. കാരണം അത് സുതാര്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അടിയന്തരമായിട്ട് ഇതിനകത്ത് രാഷ്ട്രീയം കലർത്താതെ, രാഷ്ട്രീയ നിലനിൽപ്പ് നോക്കിക്കൊണ്ട്, അതായത് വനിതാ പ്രവേശനം മുതൽ തുടങ്ങിയതാണ് ശബരിമലയെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. അതിന് ഈ ഗവൺമെൻറ് എന്ത് നടപടികളും സ്വീകരിച്ച് ഈ പറയപ്പെടുന്ന കൊള്ള സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടിയിലേക്ക് പോകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇത് ദേവസ്വം പെൻഷനേഴ്സ് യൂണിയനും ദേവസ്വം എംപ്ലോയീസ് യൂണിയനും, ഈ എംപ്ലോയീസ് യൂണിയനും ക്ഷേത്ര ജീവനക്കാരായിട്ട് ജോലി ചെയ്ത് പിരിഞ്ഞ പെൻഷൻകാർക്കും ഈ വാർത്ത കേട്ടപ്പോൾ ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഒരു വാർത്തയാണ് കേട്ടത്. ഇത് അടിക്കപ്പെട്ടവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് മറ്റ് സംരക്ഷണങ്ങൾ കൊടുക്കാതെ അർഹിക്കുന്ന ശിക്ഷാവിധികൾ വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളതാണ് ദേവസ്വം പെൻഷൻ യൂണിയൻ്റെ ഭാരവാഹി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. പെൻഷൻ്റെ കമ്മിറ്റികൾ അടിയന്തരമായിട്ട് വിളിച്ചു കൂട്ടുകയും ഇതിനെതിരെ ഈ നടപടി സുതാര്യമായി പോയില്ല എങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിന് രൂപം കൊടുക്കുമെന്നുമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. താങ്ക് യു വെരി മച്ച്. ഇത്രയും നേരം സ്ട്രൈറ്റ് ഫോർവേഡ് സഹകരിച്ചു. സ്ട്രേറ്റ് ഫോർവേഡ് തിരുവനന്തപുരം.